ബിഗ് ബോസ് ഹൗസിനകത്ത് കുറച്ച് അസാധാരണമായ സംഭവങ്ങൾ തന്നെയാണ് കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. ഇന്നിപ്പോൾ ലൈവ് കണ്ടവർക്ക് അറിയാവുന്നതാണ്, ഒരു ആൾ വന്നിട്ട് അവിടെ ഫ്രഷ് ആയിട്ട് ഈ പറയുന്ന പരിപ്പോടെയും പഴംപൊരിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ മത്സരാർത്ഥികൾക്കും എല്ലാം എന്തായാലും ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്നാലും ഇന്ന് വൈകുന്നേരം രാത്രി ഹൈലൈറ്റിനകത്ത് എന്തായാലും കാണിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും നമുക്കറിയാവുന്നതാണ്, ഈ പറയുന്ന നെവിൻ അടക്കം പ്രശ്നം ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ഇന്ന് എന്തായാലും തിരിച്ചു വരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹാപ്പനിങ്സ് എന്തായാലും കണ്ടിന്യൂസ്ലി എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തായാലും ഒരുപടി മുകളിലേക്ക് പോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആണല്ലേ. ആരൊക്കെയായിരിക്കും വരാൻ പോകുന്ന രീതിയിലുള്ള ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളും എല്ലാം ഫസ്റ്റ് തുടങ്ങി സ്പ്രെഡ് ആവുന്നുണ്ട്. എന്തായാലും വളരെയധികം ശക്തമായിട്ട് തന്നെ ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയാണ് അലിൻ ജോസ് പെരേര. നമുക്കറിയാം അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓഡിഷൻ അടക്കം ഓൾറെഡി പോയിരുന്നതാണ്, പക്ഷെ സെലക്ട് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന റൂമർ എന്ന് പറയുന്ന അലിൻ ജോസ് പെരേര എന്തായാലും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എന്തായാലും ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു സാധ്യതയെ കുറിച്ച് തന്നെയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നൊന്നും ഒരു കൺഫർമേഷനോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേര് ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രിയുമായിട്ട് ഇവിടെ ബന്ധപ്പെടുത്തിയിട്ട് എന്തായാലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഈ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് സീസൺ 7 വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപടി മുകളിലേക്ക് പോകും എന്നെനിക്ക് തോന്നുന്നുണ്ട്. പുറത്ത് വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന പല ആൾക്കാരും ഈ പറയുന്ന ഒരു ബിഗ് ബോസ് ഷോക്കകത്തേക്ക് വരുന്ന സമയം വളരെയധികം സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നത് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. നമുക്കിപ്പോൾ ഈ സീസണിൽ തന്നെ നോക്കുകയാണെങ്കിൽ രേണുസുതി പുറത്ത് വളരെയധികം ആക്റ്റീവായിട്ട് വളരെയധികം എനർജറ്റിക് ആയിട്ട് നിന്നിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഒരു ഷോക്കകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം സൈലന്റ് ആയിട്ടൊരു മൂലക്ക് മാറി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിന്യൂസ്ലി കാണാനുള്ള ഒരു കാര്യം. ഈ പറയുന്ന അലിൻ ജോസ് പെരേരയുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പുമായിട്ട് നിൽക്കുന്ന സമയം അദ്ദേഹം വളരെയധികം ആക്റ്റീവ്, അതേസമയം ഒറ്റപ്പെട്ട് വളരെ നിൽക്കുന്ന പോയിന്റിലെല്ലാം അദ്ദേഹം വളരെയധികം സൈലന്റും വളരെ ന്യൂട്രലിൽ പോകുന്ന ഒരാളായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന അലിൻ ജോസ് പെരേര വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വിജയ സാധ്യത ഈ പറയുന്ന അലിൻ ജോസ് പെരേരയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.